അങ്ങനെ ഇതാ നമ്മുടെ കളിയടയ്ക്ക അല്ലെങ്കിൽ ചീട ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതുണ്ട്, നല്ല ബോള് പോലെ, നല്ലൊരു വലിയ ബോള് പോലെ ആക്കിയിട്ടുണ്ട്. എന്താണല്ലോ 1.5 കിലോ സാധനം കൊണ്ട് നമുക്ക് ഇത്രയും ചീട കിട്ടിയിരിക്കുകയാണ്. നല്ല കറുമുറാന്നിരിക്കുന്നു. കറുമുറാന്ന് മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? അതായത് നമ്മൾ മലയാളികളെല്ലാം വളരെ ആഘോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണെന്ത്? തിരുവോണം. തിരുവോണ നാളിൽ വാഴയിലേക്കിട്ടിട്ട് ഒരുപാട് കറിക്കൂട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ സദ്യ കഴിക്കാറുണ്ട് അല്ലേ? അപ്പം ഞാൻ ശരിക്കും വിചാരിക്കുന്നത് എന്താണെന്നോ, ഇന്ന് തൊട്ട് തുടർച്ചയായിട്ട് ഓണവിഭവങ്ങൾ ഉണ്ടാക്കിയാലോ എന്നാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ പോലും ഓണത്തിൻ്റെ അന്ന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വാഴയില ഇട്ടിട്ട് അതിൽ നിരത്തി ഒരുപാട് കറികളൊക്കെ ആയിട്ട് ഒരു 2 കൂട്ടം പായസമൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് മലയാളിക്ക് മാത്രമേ അറിയൂ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കളിയടയ്ക്ക. ചില സ്ഥലത്തിന് അതിന് കളിയടയ്ക്ക എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ ചീട എന്ന് പറയും. ഈ ചീട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് പരിചയപ്പെടുന്നു? കളിയടയ്ക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കളിയടയ്ക്ക ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, തീരെ നൈസായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ അരിപ്പൊടി. പിന്നെ ഒരു 250 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചിരകിയത്, പിന്നെ ജീരകം, ഉപ്പ്, വെള്ളം, എണ്ണ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഉഴുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഉഴുന്നിന് പകരം വേണമെങ്കിൽ ഒരു 6 പപ്പടം എടുത്താൽ മതി. പപ്പടം നമുക്ക് കുതിർത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. പിന്നെ ഈ ജീരകവും തേങ്ങയും കൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മളിപ്പോൾ വെളുത്തുള്ളിയും പപ്പടവും എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂക്കണ്ട. നമ്മുടെ അരിമുറുക്കിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവർ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് വേഗം പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിനി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്കൊരു 5 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുകയാണേ. പാത്രത്തിലേക്ക് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? നന്നായിട്ട് പൊടിച്ച ഉഴുന്നുണ്ട്, പിന്നെ തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ചേർത്തു, അരിപ്പൊടി 1 കിലോ അരിപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച വെള്ളം, അതായത് ഗ്യാസിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ തിളച്ച വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എങ്ങനെയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല ബോള് പോലെ, നല്ലൊരു വലിയ ബോള് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണ്, ഇത് ചെറിയ ഉരുളകളാക്കി ഒരേ ഷേപ്പിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരേ ഷേപ്പിൽ ചെറിയ ഉരുളയാക്കി വെക്കുന്നു. എന്നിട്ട് എണ്ണയിൽ കോരി വറുത്തെടുക്കുമ്പോൾ എന്ത് റെഡി, നമ്മുടെ കളിയടയ്ക്ക റെഡി. അങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതാ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നന്നായിട്ട് എണ്ണ തിളപ്പിക്കുക. നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇതിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്ത് കോരിയെടുക്കാൻ. നമ്മുടെ കളിയടയ്ക്ക അല്ലെങ്കിൽ ചീട ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ എന്താണ്, 1 കിലോ അരിപ്പൊടി ഉണ്ട്, 250 ഗ്രാം ഉഴുന്ന്, ഒരു തേങ്ങ, എല്ലാം കൂടെ ഒരു 1.5 കിലോ അടുത്ത് വന്നിട്ടുണ്ട്. എന്താണല്ലോ 1.5 കിലോ സാധനം കൊണ്ട് നമുക്ക് ഇത്രയും ചീട കിട്ടിയിരിക്കുകയാണ്, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പം ഞാനിത് ആദ്യം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല കറുമുറൂന്നാണ് ഇരിക്കുന്നത്, ഒന്ന് കഴിച്ച് കാണിക്കാം. ആണോ, നല്ല കറുമുറാന്നിരിക്കുന്നു. കറുമുറാന്ന് മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ഓണവിഭവവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.